ഹലോ. ആരവല്ലി ഹിൽസ് അതായത് ഇപ്പോൾ കുറച്ച് പ്രതിഷേധത്തിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ നോർത്ത് ഭാഗത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെ പറ്റിയിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടം പോലെ തന്നെ നാഷണൽ ക്യാപിറ്റൽ റീജിയന് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന ആരവല്ലി ഹിൽസ് എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ നവംബറിൽ, അതായത് 2025 നവംബറിൽ സുപ്രീം കോടതി നൽകിയ ഒരു ഉത്തരവിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. സംഭവം മറ്റൊന്നുമല്ല, 100 മീറ്ററിന് മുകളിലേക്ക് ഉയരം വരുന്നവയെ മാത്രമാണ് ആരവല്ലി ഹിൽസിന്റെ അണ്ടറിൽ പരിഗണിക്കുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത്. സംഭവം കോടതി ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ, അതായത് ആരവല്ലി ഹിൽസിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഒരു 100 മീറ്റർ എന്നുള്ളൊരു ക്രൈറ്റീരിയ വെക്കുമ്പോൾ അവിടെ 90% ഓഫ് ആരവല്ലി ഹിൽസും ഈ ക്രൈറ്റീരിയയിൽ ഉൾപ്പെടാതെ നിൽക്കുകയാണ്. അതായത് 90% ഓഫ് ഭാഗവും 100 മീറ്ററിന് താഴെയാണ് വരുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 48A, 51A എന്നീ ആർട്ടിക്കിൾസ് പ്രകാരം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെയും കടമയാണ്. മാത്രവുമല്ല 21, അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് എന്ന് പറയുമ്പോൾ അവിടെ ശുദ്ധമായ പരിസ്ഥിതിയെ കൂടി ഉൾപ്പെടും എന്നതാണ് സുപ്രീം കോടതി മുമ്പൊരു വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഹൈറ്റ് എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രം വെച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സംബന്ധിച്ചാണ് പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സംഭവം ഹൈറ്റ് എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമല്ല, ഇതിനായിട്ടുള്ള ഒരു മാപ്പിംഗും കൂടെ പ്രിപ്പയർ ചെയ്യണം എന്നാണ് സുപ്രീം കോടതി പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല ഈ ഒരു ടൈം പീരീഡ് വരെ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് പ്രിപ്പയർ ചെയ്ത് അതിനനുസരിച്ചുള്ള സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നവരെ യാതൊരു രീതിയിലുള്ള ക്വാറി അതുപോലെ തന്നെ മൈനിങ് ആക്ടിവിറ്റീസിനും ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് കൂടെ സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. ബാക്കിയുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ അടുത്ത വിധിയുമായിട്ട് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.